സെക്ഷൻ 6.4 വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. ഇതിലുള്ള തിയറംസൊക്കെ എ പാർട്ടിൽ ചോദിക്കാൻ പറ്റുന്ന തിയറംസ് മാത്രമാണ്. അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചിട്ട് പോകാം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കുന്നുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇ എന്ന് പറയുന്ന ഒരു ലീനിയർ സ്പേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ലീനിയർ ഓപ്പറേറ്റർ പീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ഇയിൽ നിന്ന് ഇയിലേക്ക്. ഇതിനെ നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി സ്ക്വയർ ഈക്വൽ ടു പി. ഇതിൽ ഫസ്റ്റത്തെ സെക്ഷൻ പറയുന്നത് പി റെസ്ട്രിക്റ്റഡ് ഈവൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് ഈവൺ ആണെന്ന് കാണിക്കാനാണ്. പി റെസ്ട്രിക്റ്റഡ് ഈവൺ ഐഡൻറ്റിറ്റി ഓഫ് ഈവൺ എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈവൺ നിന്ന് ഒരു എക്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പി എക്സ് കാണുക. ഈ പി എക്സ് കാണുമ്പോൾ നമുക്ക് എക്സ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി ഓഫ് ഈവൺ ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ E1 E2 ഒക്കെ എന്താണെന്നറിയോ? E1 എന്ന് പറയുന്നത് ഇമേജ് ഓഫ് പീനെയാണ് നമ്മൾ എന്ത് പറയുക, E1 എന്ന് പറയാം. E1 എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് പി. E2 എന്ന് പറയുന്നത് കേർണൽ ഓഫ് പി ആണ്. അപ്പം നമ്മളിവിടെ കാണിക്കുന്നത് ഇമേജ് ഓഫ് പിയിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റുന്ന. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇയിൽ നിന്ന് നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുകയാണ് വൈ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് E1 ഇമേജ് ഓഫ് പിയിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് പി വൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പി ആണ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പി വൈ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പി വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പി സ്ക്വയർ വൈ എന്തായിരിക്കും. ഇതാ ഇവിടെ രണ്ട് ഭാഗത്ത് ഞാൻ പി ഇട്ട് കൊടുക്കുക, രണ്ട് ഭാഗത്ത് പി മൾട്ടിപ്ലൈ ചെയ്താൽ പി സ്ക്വയർ വൈ ഈക്വൽ ടു പി എക്സ് എന്ന് കിട്ടും. ഇനി എക്സിനെ നമ്മൾ എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു പി വൈ എന്ന് എഴുതാലോ. എക്സ് ഈക്വൽ ടു പി വൈ എന്ന് എഴുതാം. ഇനി നമ്മുടെ ഈ ഓപ്പറേറ്റർ എന്താ, പ്രൊജക്ഷൻ ആയതുകൊണ്ട് പി സ്ക്വയർ ഈക്വൽ ടു പി എന്ന് എഴുതാൻ പറ്റുന്നതുകൊണ്ട് പീനെ നമുക്ക് പി സ്ക്വയറിന് എഴുതാം. പി സ്ക്വയർ വൈ എന്താ, പി എക്സ്. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു പി എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് കാണിച്ചാൽ പോരെ നമുക്ക് E1 എന്നൊരു എക്സ് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് പി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി.